Hi students, Appleby Academy മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന 6th യൂണിറ്റിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, സോ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു നല്ല ധാരണ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഇതിന് മുമ്പായിട്ട് നമ്മൾ 5 യൂണിറ്റുകളിലെയും വളരെ പ്രധാനപ്പെട്ട ഏരിയാസും അതോടൊപ്പം അതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ വീഡിയോസ് കാണാൻ ഇനിയും ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിങ്ങൾക്ക് എല്ലാ യൂണിറ്റിനെ കുറിച്ചും ഒരു ബെറ്റർ ധാരണ കിട്ടുമെന്നുള്ളതാണ്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മേ ബി ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അപ്പം ഇത് നിങ്ങൾക്കൊരു ഓവറോൾ ഗൈഡൻസ് തരും. ഏതൊക്കെ യൂണിറ്റിൽ എന്തൊക്കെ ഏരിയാസ് ആണ്, അതിൽ ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി കിട്ടും. സോ ആപ്പിൾബി അക്കാഡമിയുടെ സെറ്റ് കോച്ചിങ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ഓരോ യൂണിറ്റുകളെയും ഡീൽ ചെയ്യുക. നമുക്ക് പലതരത്തിലുള്ള യൂണിറ്റ്സുകളാണ്. അക്കൗണ്ടിങ് റിലേറ്റഡ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഓരോ രീതിയിലായിരിക്കും ഡീൽ ചെയ്യുക. നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുകൾ, പ്രീ റെക്കോർഡഡ് വീഡിയോസുകൾ, PPTs, അതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പർ, ഇത്രയും അടങ്ങിയ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുക. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ, അതായത് ഒരു ടോപ്പിക് എങ്ങനെ പഠിക്കണം, അതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് ആണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾബി അക്കാഡമിയുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അവിടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളുടെ ലൈവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അതും നിങ്ങളെ ഒരു എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കുറച്ചുകൂടി ഒരു ക്ലിയർ പിക്ചർ തരാനായിട്ട് അതിന് സാധിക്കും എന്നുള്ളതാണ്. സോ എനിവേ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ 6th യൂണിറ്റ് ആണ്. സോ ഈ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയും നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. കോസ്റ്റ് അക്കൗണ്ടിംഗ്, കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ, കോസ്റ്റ് അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസ്, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, സോ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ വളരെ ബേസിക്സ്, ടൈപ്സ് ഓഫ് കോസ്റ്റുകളെ കുറിച്ച്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് റേഷ്യോ അനാലിസിസ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ്. ഇതിൽ നിന്നെല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് വിട്ട് കളയാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല. ഇതിൽ പ്രോബ്ലംസിലേക്ക് നമ്മൾ കുറച്ചുകൂടി വരികയാണെങ്കിൽ റേഷ്യോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ PV റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും നിങ്ങളോട് ചോദിക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മളോട് EOQവിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. EOQൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഓക്കെ, എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ജൂലൈ 2019 നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി ഈസ് ട്രീറ്റഡ് as. ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി ഈസ് ട്രീറ്റഡ് as. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കോസ്റ്റ് ആണെന്നാണ്? ഫിക്സഡ്, വേരിയബിൾ, സ്റ്റെപ്പ് കോസ്റ്റ്, സെമി വേരിയബിൾ. നമുക്ക് നോക്കാം. സോ നമ്മൾ കോസ്റ്റിനെ പല ബേസിസുകളിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ ക്ലാസിഫിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് കോസ്റ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് അതിനുള്ള ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിലിറ്റി അനുസരിച്ച് ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോ ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റി അനുസരിച്ച് കോസ്റ്റിനെ നമ്മൾ പൊതുവെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. ഓക്കെ, ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. എന്താ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, വിച്ച് റിമെയിൻ കോൺസ്റ്റന്റ് അല്ലേ. അതൊരു പീരീഡ് കോസ്റ്റ് ആണ്. ഒരു വർഷത്തേക്ക് ഇത്ര കോസ്റ്റ് എന്നാണ് നമ്മളത് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിന് പീരീഡ് കോസ്റ്റ് എന്നാണ് പറയുക. അതിപ്പം കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ ആയിരിക്കും, അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഫിക്സഡ് ആയിട്ട്, ആ പേര് പറയുന്ന പോലെ തന്നെ ഫിക്സഡ് ആയിട്ട് റിമെയിൻ ചെയ്യുകയാണ് അല്ലേ. സോ ഫിക്സഡ് കോസ്റ്റ് ഇസ് കോസ്റ്റ് ഇൻ അഗ്രിഗേറ്റ് tends to be unaffected by the variation of volume or type of output. അതായത് നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടിയാലും നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്ഷൻ കുറച്ചാലും ഒക്കെ നിങ്ങളുടെ ഈ കോസ്റ്റിന് യാതൊരുവിധ ചേഞ്ചും സംഭവിക്കാൻ പോകുന്നില്ല. സോ അങ്ങനെയുള്ള ഒന്നാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ
മാനുഫാക്ചറിങ് യൂണിറ്റിൽ നടത്തുന്ന പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും ഒക്കെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ബിൽഡിംഗ് റെന്റിലാണെങ്കിൽ നിങ്ങൾ ആ ബിൽഡിങ്ങിന് റെന്റ് കൊടുക്കണം അല്ലേ. അതിപ്പം ഒരു മാസം നിങ്ങളുടെ പ്രൊഡക്ഷൻ തീരെ കുറവായിരുന്നു എന്ന് പറഞ്ഞ് റെന്റിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പം അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ കൂട്ടിയാലും കുറച്ചാലും ഒക്കെ നിങ്ങൾ അതേ റെന്റാണ് കൊടുക്കേണ്ടത്, റൈറ്റ്? സോ ദാറ്റ്സ് എ ഫിക്സഡ് കോസ്റ്റ്. So within a given period this cost is assumed to be remain constant, which is also known as period cost. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ്. നമ്മളിപ്പോൾ സംസാരിച്ചത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, അതായത് ഇപ്പോൾ ഒരു റെന്റ് എന്ന് പറയുന്നത് ഒരു 25,000 രൂപയാകുന്നുണ്ട്. സോ 25,000 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലേ. അപ്പോൾ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ നിങ്ങൾ ഒരു യൂണിറ്റിന് എത്ര ഫിക്സഡ് കോസ്റ്റ് ആകുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതായത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റം അനുസരിച്ച് പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിന് യാതൊരുവിധ ചേഞ്ചും വരത്തില്ല. സോ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് വൈൽ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കോൺസ്റ്റന്റ് അല്ല. ഓക്കെ, സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് റെന്റ് ആണ്. ഇനി വേരിയബിൾ കോസ്റ്റിലേക്ക് വന്ന പേര് പറയുന്നത് തന്നെ വിച്ച് വേരി. പ്രൊഡക്ഷൻ കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുമ്പോൾ നിങ്ങളുടെ വേരിയബിൾ കോസ്റ്റ് കുറയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം പ്രൊഡക്ഷനും വേരിയബിൾ കോസ്റ്റും ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്നും കൂടും, ഒന്ന് കുറയുമ്പോൾ മറ്റൊന്നും കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഫാക്ടറിയുമായിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന എക്സ്പെൻസസുകളെല്ലാം തന്നെയും വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ തുടങ്ങിയ കാര്യങ്ങൾ. ഓക്കെ, ആൻഡ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിൽ, അതായത് ഒരു യൂണിറ്റിനാകുന്ന വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. നിങ്ങളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 100 യൂണിറ്റ് ആണെങ്കിൽ 101ാമത്തെ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകുന്ന വേരിയബിൾ കോസ്റ്റ് മേ ബി 10 രൂപയായിരിക്കും. ഓക്കെ, ഈ 101 102 പ്രൊഡ്യൂസ് ചെയ്താലും നിങ്ങൾക്ക് ആകുന്നത് 10 തന്നെയായിരിക്കും. കാരണം ഓരോ യൂണിറ്റിനും നിങ്ങൾക്ക് ആകുന്ന വേരിയബിൾ കോസ്റ്റ് മാറ്റമില്ല, അത് 10 ആണ്. പക്ഷെ നിങ്ങൾ നോക്കി, 100 എന്ന് പറയുന്ന യൂണിറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതിപ്പോൾ 102 ആയപ്പോൾ നിങ്ങൾക്ക് 20 രൂപ കൂടി, ശരിയല്ലേ? പക്ഷെ പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും 10 തന്നെയായിരിക്കും. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ചെയ്യും, പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെയും വേരിയബിളിന്റെ കോസ്റ്റിന്റെയും കാര്യത്തിൽ അത് ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് വൈൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി വിത്ത് റിലേറ്റഡ് ടു വോളിയം ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സെമി വേരിയബിൾ കോസ്റ്റ് ആയിരുന്നു. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ അത് ഫിക്സഡ് ആയിരിക്കും, അതിനുശേഷം അത് വേരി ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ്, ടെലിഫോൺ ചാർജ്, ഇതൊന്നും നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായിട്ടൊരു എമൗണ്ട് അടയ്ക്കേണ്ടതുണ്ട് അല്ലേ. നിങ്ങൾക്ക് അതിനെ നിർത്തിക്കൊണ്ട് പോകണം. നിങ്ങൾക്ക് കറണ്ട് നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വേണം എങ്കിൽ നിങ്ങൾ മിനിമം നിങ്ങളത് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും നിങ്ങളൊരു ഇത്ര രൂപ അടയ്ക്കണം. അതിനുശേഷമുള്ളത് വേരി ചെയ്യാണ്. നിങ്ങൾ കൂടുതൽ കോൾ വിളിച്ചാൽ കൂടുതൽ റേറ്റ് വരും, കുറവ് കോളാണെങ്കിൽ കുറഞ്ഞ റേറ്റ് ആയിരിക്കും. അതുപോലെ ഇലക്ട്രിസിറ്റി നിങ്ങൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്താൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചാർജ് വരും, കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ ചാർജ് കുറഞ്ഞിരിക്കും അല്ലേ. അപ്പോൾ ഒരു പോയിന്റ് വരെ നിങ്ങൾ എന്താണെങ്കിലും പേ ചെയ്യണം, അത് ഫിക്സ്ഡ് ആണ്. ബട്ട് അതിനുശേഷം അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ അങ്ങനെയുള്ളവയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്തിൻ്റെ ബേസിലായിരുന്നു? വേരിയബിലിറ്റി അല്ലെങ്കിൽ ആ കോസ്റ്റിൻ്റെ ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. സോ കമ്മിങ് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ, ദ കോസ്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഓഫ് എ ഫാക്ടറി. ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ആദ്യം കുറച്ച് പോയിന്റ് വരെ അത് ഫിക്സ്ഡ് ആയിരിക്കും, പിന്നെ അത് വേരി ചെയ്യും. അപ്പോൾ ഏതായിരിക്കും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ഡി, സെമി വേരിയബിൾ കോസ്റ്റ്. മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ, ദ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ് ഇസ്. ഇത് നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗിന്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളോട് പ്രോബ്ലംസ് എന്ന് മാത്രമല്ല, നിങ്ങളോട് അതിൽ നിന്ന് ഇക്വേഷനും ചോദിക്കാം. സോ നിങ്ങൾ ബ്രേക്ക് ഈവൻ പോയിന്റ്, PV റേഷ്യോ, മാർജിൻ ഓഫ് സേഫ്റ്റി, ഇതിൻ്റെ എല്ലാ ഇക്വേഷൻ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളതിനൊരു ഒഴിവ് വിചാരിക്കരുത്. നമ്മളോട് ചിലപ്പോൾ ഇക്വേഷൻ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ്ലി ചോദിക്കാം, ഇതിൽ നിന്ന് പ്രോബ്ലവും ചോദിക്കാം. അപ്പോൾ ഏത് തരത്തിൽ ചോദിച്ചാലും നിങ്ങൾ അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ആ പോയിന്റിൽ നമുക്ക് നഷ്ടവും ഇല്ല ലാഭവും ഇല്ല അല്ലേ. പോയിന്റ് അറ്റ് വിച്ച് ദർ ഇസ് നോ ലോസ് നോ പ്രോഫിറ്റ്. പ്രോഫിറ്റും ലോസും ഇല്ലാത്തൊരു പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഈ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ CVP അനാലിസിസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് analysis. So level of output and sales volume where total sales is equal to
ടോട്ടൽ കോസ്റ്റ്. നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെയിൽസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കോസ്റ്റും ഇത് രണ്ടും ഈക്വൽ ആയി പോകുന്ന പോയിന്റ് ആണ്. നിങ്ങളുടെ വരവും ചെലവും തുല്യമായാൽ ദാറ്റ് ഇസ് ബ്രേക്ക് ഈവൻ. ഓക്കെ, സോ ഈ ഒരു പോയിന്റിൽ കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റും കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണ്. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാകും. നേരെ കുറഞ്ഞെങ്കിലോ അവിടെ നമുക്ക് ലോസ് ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന പോയിന്റ് ആണെങ്കിൽ വിച്ച് ഇസ് ബ്രേക്ക് ഈവൻ. ഓക്കെ, സോ കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് എങ്കിൽ അവിടെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. കോൺട്രിബ്യൂഷൻ ഫിക്സഡ് കോസ്റ്റിനേക്കാളും കുറവാണ് എങ്കിൽ നമുക്ക് അവിടെ ലോസ് ഉണ്ടാകും. പക്ഷെ ഇത് രണ്ടും ഈക്വൽ ആയി നിൽക്കുന്ന പോയിന്റ് ആകുമ്പോൾ വിച്ച് ഇസ് ബ്രേക്ക് ഈവൻ. നോ കോസ്റ്റ് അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള പോയിന്റ് ആണ്. ഇനി ഇതിൻ്റെ ഒരു കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ്സിലും റുപ്പീസിലും രണ്ട് രീതിയിലും ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് യൂണിറ്റ്സിലാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര യൂണിറ്റ് നിങ്ങൾ സെല് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ വരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റിന് നിങ്ങൾക്ക് ആവുന്ന കോൺട്രിബ്യൂഷൻ എത്രയാണോ അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി ബ്രേക്ക് ഈവൻ ഇൻ റുപ്പീസ്, എത്ര വാല്യൂ സെയിൽസ് എത്ര എമൗണ്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ബ്രേക്ക് ഈവൻ വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ PV റേഷ്യോ. അപ്പോൾ ആ ഒരു ഡിനോമിനേറ്റർ പാർട്ടിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. യൂണിറ്റ്സിലാണെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. റുപ്പീസിലാണെങ്കിൽ PV റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ വീണ്ടും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു വരാം. ബ്രേക്ക് ഈവൻ പോയിന്റ് ഇൻ യൂണിറ്റ്സ്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന യൂണിറ്റ്സിലാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ വേരിയബിൾ കോസ്റ്റ് തെറ്റാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് അഗെയിൻ തെറ്റാണ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കറക്റ്റ് ആൻസർ ആണ് അല്ലേ. പിന്നെ ഓപ്ഷൻ ഡി നോക്കിക്കേ, സെയിൽസ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, ഒരിക്കലും അല്ല. സോ കറക്റ്റ് ആൻസർ വളരെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളോട് ഒരു പെർട്ടിക്കുലർ കാര്യത്തിൻ്റെ ഇക്വേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ തിരിച്ചു ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇക്വേഷൻ തന്നിട്ട് ഇത് എന്തുമായി റിലേറ്റ് ചെയ്താന്ന് ചോദിക്കാം. സോ ആ തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ജനുവരി 2020 ചോദിച്ചിരുന്നത്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഗീവ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷനാണ് തന്നിരിക്കുന്നത് ആൻഡ് ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ എല്ലാ റേഷ്യോസും പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതായാലും ഇത് ബ്രേക്ക് ഈവൻ റേഷ്യോ അല്ല എന്ന് നമുക്കറിയാം, കാരണം നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഈവൻ റേഷ്യോ കണ്ടു. സോ ഇനി ഇത് ഏത് റേഷ്യോ ആണെന്ന് ചോദിച്ചാൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു PV റേഷ്യോ. നമുക്ക് PV റേഷ്യോ എന്താണെന്ന് നോക്കാം. PV റേഷ്യോ എന്ന് പറയുന്നത് ശരിക്കും കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു റേഷ്യോ ആണ് PV റേഷ്യോ. PV റേഷ്യോ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷന് കൂടുതലായിട്ട് പ്രോഫിറ്റബിലിറ്റി ഉണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. അപ്പം ഹയർ PV റേഷ്യോ ഇസ് ഓൾവേസ് ബെറ്റർ ഫോർ ദ കൺസേൺ. ഓക്കെ, ഹയർ PV റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഗുണമാണ്, അതിനെ നമ്മളൊരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഓർക്കുക. അപ്പം PV റേഷ്യോ കൂടുന്തോറും അല്ലെങ്കിൽ PV റേഷ്യോ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയി നമുക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിയെ നമുക്ക് മെഷർ ചെയ്ത് പറയാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇൻഡിക്കേറ്ററാണ് PV റേഷ്യോ എന്ന് പറയുന്നത്. PV റേഷ്യോയുടെ ഒരു കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഇക്വേഷൻസ് ഉണ്ട്. സെയിൽസ് മൈനസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് കോൺട്രിബ്യൂഷൻ കേട്ടോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നുള്ളതാണ് ഫസ്റ്റ് വൺ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് സെക്കൻഡ് ഇക്വേഷന് ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100 എന്ന് പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ മാർജിൻ ഓഫ് സേഫ്റ്റി മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്യാം. മറ്റൊരു ഇക്വേഷൻ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് മൾട്ടിപ്ലൈഡ് ബൈ 100. ഈ നാലാമത്തെ ഇക്വേഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് 2 വർഷത്തെ പ്രോഫിറ്റ് 2 വർഷത്തെ സെയിൽസ് ഒക്കെയാണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫോർത്ത് ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, 2 വർഷത്തെ ഇപ്പോൾ 2020 ഇത്ര സെയിൽസ് ഉണ്ടായിരുന്നു, 2021 ഇത്ര സെയിൽസ് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ വിൽ ഗോ ഫോർ ഫോർത്ത് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് എല്ലാം തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യും? ഓപ്ഷൻ എ, PV റേഷ്യോ. ഓക്കെ, അപ്പോൾ റേഷ്യോസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കും, ഇക്വേഷൻ നമ്മളോട് ചോദിക്കും. ഓക്കെ, വിൽ മൂവ് ടു അനദർ ക്വസ്റ്റ്യൻ. ഫെബ്രുവരി 2019 ക്വസ്റ്റ്യൻ ആണ്. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഫോർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ സീരീസ് ഓഫ് ഇന്റർ കണക്റ്റഡ് ഓപ്പറേഷൻ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഏത് ഏരിയയിൽ നിന്നാണ്? മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട
ക്വസ്റ്റൻ ആണ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമിന് നോക്കിയാലും നമുക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണാം. ആൻഡ് പലപ്പോഴും ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും കാണാറുണ്ട് എന്നുള്ളതാണ്. സോ നിങ്ങൾ എല്ലാ മെത്തേഡ്സും വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും ഒക്കെ നമ്മൾ ഇത്രത്തോളം കോസ്റ്റ് എന്ന് തീരുമാനിക്കും അല്ലേ. അപ്പോൾ ആ കോസ്റ്റിലേക്ക് എത്താനായിട്ട്, ആ കോസ്റ്റിനെ ഇവാലുവേറ്റ് ചെയ്ത് എത്താനായിട്ട് ഉപയോഗിക്കുന്ന പല മെത്തേഡുകളെയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവരുടെ പ്രൊഡക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അവരുടെ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനും അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ എന്താണോ അതായിരിക്കും അവർ സെലക്ട് ചെയ്യുക. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യാൻ അവർക്ക് പല മെത്തേഡ്സുകളുണ്ട്. ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, കോൺട്രാക്റ്റ് ഉണ്ട്, ബാച്ച് ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഓപ്പറേറ്റിംഗ് ഉണ്ട്, മൾട്ടിപ്പിൾ ഉണ്ട്. ഇതാണ് നമുക്ക് പൊതുവേ പഠിക്കാനുള്ള മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ജോബ് കോസ്റ്റിംഗ് ഒക്കെ എപ്പോഴും ഒരു കുറച്ചുകൂടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് പ്രൊഡക്ഷൻസ് നടക്കുന്ന ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇപ്പോൾ ഒരു കോൺട്രാക്ട് വർക്ക്, ഇപ്പോൾ കൺസ്ട്രക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവേ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ബാച്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും എങ്ങനെയായിരിക്കും, ഒരു ബാച്ചായിട്ട്. ഇപ്പം നമുക്കറിയാം ടോയ്സ്, മാനുഫാക്ചറിങ് ടോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ശരിക്കും ഒരു കൂട്ടം ഒരുപോലെ ടോയ്സ് ഒരു ബാച്ചായിട്ട് അവർ പാക്ക് ചെയ്ത് വിടുകയാണ് അല്ലേ. അപ്പോൾ ആ തരത്തിലൊക്കെ ഉള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാച്ച് കോസ്റ്റിംഗ് ആണ്. ദെൻ പ്രോസസ് കോസ്റ്റിംഗ് നമുക്ക് പറയാം. ദെൻ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് മേഖലകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. പിന്നെ മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ഉണ്ട്. ഇപ്പം കാർ മാനുഫാക്ചറിങ്ങിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ ഓരോ പ്രൊഡക്റ്റും പലയിടത്തു നിന്ന് കളക്ട് ചെയ്തിട്ട് ഫൈനലി അതിനെ അസംബിൾ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഓരോ ഐറ്റത്തിനെയും പല രീതിയിലായിരിക്കും കോസ്റ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ. അപ്പം പല രീതിയിൽ കോസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അവർ വേറൊരു രീതിയിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പം ഒരേ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് പല മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് എന്ന് പറയുക. സോ അങ്ങനെ ഇത്രയും തരത്തിലുള്ള കോസ്റ്റിങ്ങുകളാണ് നമുക്ക് ജനറലി പഠിക്കാനുള്ളത്. ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. പ്രോസസ് കോസ്റ്റിംഗ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ പറഞ്ഞ കോസ്റ്റിംഗ് മെത്തേഡുകളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നിനും ഓരോ സിറ്റുവേഷൻ ഉണ്ട്. അതല്ലാതെയുള്ള എല്ലാ സിറ്റുവേഷനിലും തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ പ്രോസസ് കോസ്റ്റിംഗ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയി പ്രൊഡക്ഷൻ നടക്കുന്ന മേഖലകളിൽ, അതായത് എപ്പോഴും അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കിപ്പോൾ ഒരു ഇയർ എൻഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെ ഒരു വർക്കിംഗ് പ്രോഗ്രസ് കാണും. കാരണം അവിടെ എപ്പോഴും പ്രൊഡക്ഷനാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റിനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, വിച്ച് ഇസ് സ്യൂട്ടബിൾ for industries producing homogeneous product and where the production is on a continuous flow. അതായത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളത് നിങ്ങളുടെ PG ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് പ്രോസസ് കോസ്റ്റിംഗ്. നമ്മളവിടെ പല ടേബിൾസ് ആയിട്ട് പ്രോസസ് എയിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണോ അത് നമ്മൾ അടുത്ത പ്രോസസ്സായി പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. നമുക്കപ്പോൾ അവിടെ നോർമൽ ലോസ് ഉണ്ടാകാം, അബ്നോർമൽ ലോസ് ഉണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയ ഒന്നാണ് ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ സെപ്പറേറ്റ് തന്നെ പ്രോബ്ലംസ് വരെ ചെയ്യാനുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പ്രോസസ് കോസ്റ്റിങ്ങിൽ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് കഴിയുമ്പോൾ അടുത്ത പ്രോസസ്സ് തുടങ്ങും അല്ലേ. അപ്പം പരസ്പരം കണക്ട് ചെയ്ത് ഒരു നമ്പർ ഓഫ് ഇത്ര പ്രോസസ്സുകൾ കാണുക. അതിൻ്റെ എൻഡിലായിരിക്കും നമുക്ക് ആ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സോ വീണ്ടും നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ഫോർ പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ സീരീസ് ഓഫ് ഇന്റർ കണക്റ്റഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പരസ്പരം റിലേറ്റ് ചെയ്ത ഓപ്പറേഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളിടത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് ഏതാ? പ്രോസസ് 1, പ്രോസസ് 2. അങ്ങനെ സംഭവിക്കുന്നത് എവിടെയാണ്? വിച്ച് ഇസ് ഇൻ പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ D.
സോ മൂവിങ് ടു അനദർ ക്വസ്റ്റ്യൻ, നമ്മളോട് ഇതേ ഇയറിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. February 2019, the long-term solvency of the firm can be examined by using. സോ ഇത് ഏത് ടോപ്പിക്കിൽ നിന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്? റേഷ്യോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ലിക്വിഡിറ്റി റേഷ്യോസ്, ലിവറേജ് റേഷ്യോസ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആൻഡ് ആക്ടിവിറ്റി റേഷ്യോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ഫങ്ഷണൽ റേഷ്യോസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുക. സോ നമ്മൾ റേഷ്യോ അനാലിസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷനാണ് ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ആ റേഷ്യോസിന്റെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറലി ഈ ക്ലാസിഫിക്കേഷനിൽ 4 കാറ്റഗറീസ് ആണ് വരിക: ലിക്വിഡിറ്റി, ലിവറേജ്, പ്രോഫിറ്റബിലിറ്റി, ആക്ടിവിറ്റി. ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ലിക്വിഡിറ്റി റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്, ഷോർട്ട് ടേം അസറ്റ്സ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ ടൈമിൽ പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനുള്ള കപ്പാസിറ്റി ഫെയിമിനുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് ഈ പറയുന്ന ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതിലാണ് നമ്മൾ കറണ്ട് റേഷ്യോയും ക്വിക്ക് റേഷ്യോ ഒക്കെ ഡീൽ ചെയ്യുന്നത്. ഇനി ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളെ, ലോങ് ടേം സോൾവൻസി ഉണ്ടോ അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ടുള്ള പേയ്മെന്റ്സുകളെ പ്രോപ്പറായിട്ട് പേ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫേമിനുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യുന്നത് ലിവറേജ് റേഷ്യോയിലാണ്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫേമുമായിട്ട് ബന്ധപ്പെട്ട പ്രോഫിറ്റിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അതിന് എത്രത്തോളം നെറ്റ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട എത്രത്തോളം ബെനിഫിറ്റ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോയിൽ മെഷർ ചെയ്യുക. ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ടേൺ ഓവർ റേഷ്യോ. അതായത് എങ്ങനെയാണ് റിസോഴ്സസുകളെ വളരെ ഒപ്റ്റിമമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ ലിവറേജ് റേഷ്യോയെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. ലിവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതെന്താണ് മെഷർ ചെയ്യുന്നത്? ഫേമിൻ്റെ ലോങ് ടേം കമ്മിറ്റ്മെന്റ്സ് പ്രോപ്പർ ടൈമിൽ പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ഏത് റേഷ്യോ മെഷർ ചെയ്യുന്നത്? ഈ പറയുന്ന ലിവറേജ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ലിവറേജ് റേഷ്യോ ശരിക്കും പറഞ്ഞൊരു ലോങ് ടേം സോൾവൻസി പൊസിഷൻ മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സോൾവൻസി റേഷ്യോ എന്നുകൂടി വിളിക്കാറുണ്ട്. ഓക്കെ, ലിക്വിഡിറ്റി റേഷ്യോ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസിനെ കുറിച്ച് നോക്കുമ്പോൾ ലിവറേജ് റേഷ്യോ നോക്കുന്നത് ലോങ് ടേം ഒബ്ലിഗേഷനെയാണ്. അതായത് ലിക്വിഡിറ്റി റേഷ്യോ ഷോർട്ട് ടേം കമ്മിറ്റ്മെന്റ്സ് പ്രോപ്പർ ടൈമിൽ പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. അപ്പോൾ ലിവറേജ് റേഷ്യോ ലോങ് ടേം കമ്മിറ്റ്മെന്റ്സ് പ്രോപ്പർ ടൈമിൽ പേ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ആൻഡ് നിങ്ങൾ ഏതൊക്കെയാണ് ലിവറേജ് റേഷ്യോസ് എന്ന് പഠിക്കണം. ലിവറേജ് റേഷ്യോ മാത്രമല്ല, ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ്, ലിവറേജ് ഏതൊക്കെയാണ്, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ്, ആക്ടിവിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ് തുടങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ലിവറേജ് റേഷ്യോയിൽ ഡെറ്റ് ഇക്വിറ്റി, പ്രൊപ്രൈറ്ററി, സോൾവൻസി, ഫിക്സ്ഡ് അസറ്റ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് റേഷ്യോ, ലോങ് ടേം ഡെറ്റ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഫിക്സ്ഡ് അസറ്റ് ടു നെറ്റ് വർത്ത്, ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ, ഇതെല്ലാം എന്ത് റേഷ്യോസ് ആണ്? ലിവറേജ് റേഷ്യോസ് ആണ്. ഓക്കെ, സോ വീണ്ടും നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ദ ലോങ് ടേം സോൾവൻസി ഓഫ് എ ഫേം ക്യാൻ ബി എക്സാമിൻ ബൈ. ലോങ് ടേം സോൾവൻസി എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ലിക്വിഡിറ്റി ആണോ? അല്ല. ഷോർട്ട് ടേം ആയിരുന്നെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി ചൂസ് ചെയ്യായിരുന്നു. സോ ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്തേ വരുള്ളൂ. ഓപ്ഷൻ ബി, ലിവറേജ് റേഷ്യോസ്. ഓക്കെ, ഈ റേഷ്യോസിൽ നിന്ന് ഒന്നുകിൽ ഈ തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പം നമ്മളോട് ശരിക്കും പറഞ്ഞാൽ ഒരു കോമൺ റേഷ്യോയുടെ ഫീച്ചർ പറഞ്ഞിട്ട് അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു. ഇനി അതല്ല എങ്കിൽ അവർക്ക് സ്പെസിഫിക്കലി ഓരോ റേഷ്യോയും ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതെന്ന് ചോദിക്കാം. അതിനൊരു എക്സാമ്പിൾ ആണിത്. ക്യാപിറ്റൽ ഗിയറിംഗ് ഈസ് വൺ ഓഫ് ദ. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് കാറ്റഗറി ആണെന്നുള്ളതാണ്. ലിക്വിഡിറ്റി ആണോ, ആക്ടിവിറ്റി ആണോ, ലിവറേജ് ആണോ, പ്രോഫിറ്റബിലിറ്റി ആണോ? നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. ലിവറേജ് റേഷ്യോയിൽ വരുന്ന ഒന്നാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെ നമുക്ക് കാണാം അല്ലേ. ലിവറേജ് റേഷ്യോ എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോയുടെ ക്ലാസിഫിക്കേഷന് വരുന്നതാണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓപ്ഷൻ സി എന്ന് മാർക്ക് ചെയ്യാം. അപ്പം റേഷ്യോസ് പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പഠിക്കണം? ഫങ്ഷണൽ റേഷ്യോസിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം, അതോടൊപ്പം അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ഇനി നമ്മൾ പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇക്വേഷൻസും, വളരെ പ്രധാനപ്പെട്ട റേഷ്യോസിൻ്റെ എങ്കിലും ഇക്വേഷൻസും പ്രോബ്ലംസും കൂടി വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, so moving to another question, increase in asset due to purchase of an asset is source, application of fund from operation, none of these. So ഇത് ഏത് ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. സോ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റ് എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? പർച്ചേസ് ഓഫ് അസറ്റ്. നിങ്ങളൊരു അസറ്റ് പർച്ചേസ് ചെയ്തു,
അപ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അസറ്റ് കൂടും അല്ലേ? സോ അങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് നിങ്ങൾ എന്തായിട്ട് കണക്കാക്കും? സോഴ്സ് ആണോ, ആപ്ലിക്കേഷൻ ആണോ, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ ആണോ, അതോ മറ്റേതെങ്കിലും കാറ്റഗറി ആണോ എന്നുള്ളതാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ വളരെ മേജർ ആയിട്ടുള്ള 2 സെക്ഷൻസുകളാണ് സോഴ്സസ് ഓഫ് ഫണ്ടും ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ടും. സോഴ്സസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ആൻഡ് ആപ്ലിക്കേഷനിൽ നിങ്ങൾ എവിടെയൊക്കെ ഈ ഫണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ലിസ്റ്റ് പഠിച്ചു വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏത് വേണേൽ ചോദിക്കാം. നിങ്ങളോട് തന്നിരിക്കുന്നതിന് സോഴ്സസ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം, ആപ്ലിക്കേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നൊരു സിറ്റുവേഷൻ തന്നിട്ട് ഇത് സോഴ്സ് ആണോ ആപ്ലിക്കേഷൻ ആണോ എന്നും ചോദിക്കാം. അപ്പം നോക്കിക്കേ, സോഴ്സസിൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, റൈസിംഗ് ലോങ് ടേം ലോൺസ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സോഴ്സ് ആയിട്ട് കണക്കാക്കായിരുന്നു. സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഫണ്ട് ഫ്രം ഓപ്പറേഷൻ, ഡിക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് റിസീവ്ഡ്, ഇതെല്ലാം സോഴ്സസ് ആണ്. ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോഴോ റിഡംഷൻ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റീപേയ്മെന്റ് ഓഫ് ലോൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതല്ലേ നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഫണ്ടിനെ യൂസ് ചെയ്യുകയാണ്, ശരിയല്ലേ? നമ്മളൊരു അസറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് നമ്മൾ യൂസ് ചെയ്യണം. പർച്ചേസ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, ഫണ്ട് ലോസ്റ്റ് ഇൻ ഓപ്പറേഷൻ, ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് ടാക്സ്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്? വിച്ച് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട്. സോ കറക്റ്റ് ആൻസർ ഏത് വരും? ഓപ്ഷൻ ബി. അപ്പം നിങ്ങൾ ആപ്ലിക്കേഷൻസും സോഴ്സസും നമ്മളിപ്പോൾ കാണിച്ച ലിസ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ആ ലിസ്റ്റ് ബേസ് ചെയ്ത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ കൂടെ ഈ സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ വിട്ടുപോകാതെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഡിക്രീസ് ഇൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലീഡ്സ് ടു ഇൻഫ്ലോ ഓഫ് ക്യാഷ്, ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്, നോ ചേഞ്ച് ഇൻ ക്യാഷ് പൊസിഷൻ, നൺ ഓഫ് ദീസ്. സോ ഡിക്രീസ് ഇൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അപ്പോൾ ഇവിടെ ക്യാഷ് ഫ്ലോയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് കുറയുമ്പോൾ നിങ്ങളുടെ ക്യാഷിന് എന്താ സംഭവിക്കുന്നത്? ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ടോ, ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ, അതോ ചേഞ്ച് ഉണ്ടാകുന്നില്ലയോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ടും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട റിലേഷൻ നോക്കുകയാണെങ്കിൽ, കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കറണ്ട് അസറ്റ് കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? ക്യാഷ് ഔട്ട്ഫ്ലോ സംഭവിക്കുന്നു. കറണ്ട് അസറ്റ് കുറയുകയാണെങ്കിലോ ക്യാഷ് ഇൻഫ്ലോ അല്ലേ? ഇപ്പം നിങ്ങളുടെ സ്റ്റോക്ക് കുറയാണ്, സ്റ്റോക്ക് കുറയാന്ന് പറഞ്ഞാൽ വിറ്റ് നിങ്ങൾക്ക് ക്യാഷ് കിട്ടി എന്നുള്ളതല്ലേ അർത്ഥം അല്ലേ? ഡെറ്റേഴ്സ് കുറയാണ്, ഡെറ്റേഴ്സ് കുറഞ്ഞാൽ എന്താ അർത്ഥം? ഡെറ്റേഴ്സ് കുറയാന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് പേ ചെയ്തു, പേ ചെയ്യുമ്പോഴല്ലേ അത് കുറയുള്ളൂ അല്ലേ? നമുക്ക് ക്യാഷ് തരാനുള്ളവരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ തരാനുള്ളവർ തന്നു, അതുകൊണ്ടല്ലേ കുറയുന്നത്. സോ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ക്യാഷ് ഇൻഫ്ലോ, ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ട് ലയബിലിറ്റിയിൽ സംഭവിക്കുക. അതായത് ഇവിടെ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി എന്തായിരിക്കും? ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും അല്ലേ? യെസ്, ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ക്യാഷ് ഇൻഫ്ലോ, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ആണെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കറണ്ട് അസറ്റിൻ്റെയോ കറണ്ട് ലയബിലിറ്റിയുടെയോ ഏതെങ്കിലും ഒന്നിൻ്റെ കാര്യം പഠിച്ചു വെച്ചാൽ മതി. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് മറ്റേതിന് എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഡിക്രീസ് ഇൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കുറയുകയാണ് എങ്കിൽ, അതായത് നമ്മുടെ ഈ ഒരു ചാർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ആൻസർ പറയേണ്ടത്. ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി കുറയുന്ന എപ്പോഴാണ്? നമ്മളത് പേ ചെയ്യുമ്പോഴാണ് അല്ലേ? എൻ്റെ ഒരു ബാധ്യത എപ്പോഴും എനിക്ക് കുറയുന്നത്, ഞാനത് പേ ചെയ്തെങ്കിലല്ലേ ഇത് കുറയുള്ളൂ. സോ ഡിക്രീസ് ഇൻ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കറണ്ട് ലയബിലിറ്റി കുറഞ്ഞു, വിച്ച് മീൻസ് നിങ്ങളത് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ക്യാഷിന് എന്ത് സംഭവിച്ചു? ക്യാഷ് നമ്മൾ കൊടുത്തു. സോ ദർ ഈസ് ആൻ ഔട്ട്ഫ്ലോ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? വിച്ച് ഇസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഏത് വേണേലും ചോദിക്കാം. ഏതൊരു കറണ്ട് അസറ്റും ഏതൊരു കറണ്ട് ലയബിലിറ്റിയും തന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ലെങ്കിൽ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരാം. ആൻ ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഫൈൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ജനുവരി 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡിവിഡൻഡ് പെയ്ഡ് ബൈ എൻ എന്റർപ്രൈസ് ഇസ് ഷോൺ അണ്ടർ ദ ഹെഡ് ഓഫ് ക്യാഷ് ഫ്ലോ ഫ്രം. അപ്പോൾ ഇപ്പം നമ്മൾ ക്യാഷ് ഫ്ലോയും കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ 3 ആക്ടിവിറ്റീസ് ആണ് ജനറലി പഠിക്കുന്നത്. അപ്പോൾ ഈ ഓരോ ആക്ടിവിറ്റിയുടെ കീഴിലും വരുന്ന ഐറ്റംസ് എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കും.
ഓക്കെ, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഉണ്ട്, ഇൻവെസ്റ്റിംഗ് ഉണ്ട്, ഫൈനാൻസിങ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഏതാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഓപ്പറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പം നിങ്ങൾ സെയിൽ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് കൊടുത്തു വഴി നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് റെസീറ്റ്, അല്ലെങ്കിൽ റോയൽറ്റി, കമ്മീഷൻ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന റെസീറ്റുകൾ ഉണ്ടാകാം. നിങ്ങൾ നമ്മുടെ സപ്ലയേഴ്സിന് റോ മെറ്റീരിയൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്ന നേരം നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് പേയ്മെൻറ്റുകൾ, എംപ്ലോയീസിന് കൊടുക്കുന്ന പേയ്മെൻറ്റ്, ഇതൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിലാണ് വരിക. ഓക്കെ, അപ്പോൾ അവിടെയുള്ള ക്യാഷ് റെസീറ്റുകൾ ഏതാണ്, ക്യാഷ് പേയ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി വരുമ്പോൾ നിങ്ങളൊരു അസറ്റ് പർച്ചേസ് ചെയ്തു, അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. പർച്ചേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ക്യാഷ് പുറത്തേക്ക് പോകും. നിങ്ങൾ സെല്ല് ചെയ്യുകയാണെങ്കിലോ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. ക്യാഷിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പഠിക്കുമ്പോൾ നോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്യാഷ് പേയ്മെന്റ് ടു അക്വയർ ഷെയർസ്, ഡിബഞ്ചേഴ്സ് ആൻഡ് അതർ ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ഓഫ് അതർ എന്റർപ്രൈസസ്. മറ്റൊരു കമ്പനിയുടെ ഷെയറോ അല്ലെങ്കിൽ ഡിബഞ്ചറോ ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതൊരു ക്യാഷ് പേയ്മെന്റ് ആണ്. ഇനി അവിടെ നിന്ന് നിങ്ങളത് പർച്ചേസ് ചെയ്തപ്പോൾ വേറൊരു കമ്പനിയുടെ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് ഡിവിഡൻഡ് കിട്ടും. നമ്മൾ വേറൊരു കമ്പനിയുടെ ഡിബഞ്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ റിസീവ്ഡ് ഡിബഞ്ചർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അല്ലെങ്കിൽ ഇതുപോലെ ഡിവിഡൻഡ് റിസീവ്ഡ് എന്നാണെങ്കിൽ അത് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാന്ന് ഓർക്കണം. റിസീവ്ഡ് എന്ന് കണ്ടാൽ ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ, ഇനി ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലേക്ക് വന്നാലോ, നിങ്ങൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന വഴി, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന വഴി, ലോൺ എടുക്കുന്ന വഴി ഒക്കെ നിങ്ങൾക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് അല്ലേ. ഇനി അതേസമയം നിങ്ങൾ നിങ്ങളുടെ ഷെയറുകൾ ബൈബാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയറോ ഡിബഞ്ചറോ ഒക്കെ റിഡീം ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോവുകയാണ് അല്ലേ. ലോൺ നിങ്ങൾ തിരിച്ചടിച്ചു, എഗെയിൻ നിങ്ങളുടെ നിന്ന് ക്യാഷ് പുറത്തേക്ക് പോയി. ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്തു, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് നിങ്ങൾ ഡിവിഡൻഡ് കൊടുത്തു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺ, നിങ്ങൾ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തു, ഇൻട്രസ്റ്റ് കൊടുത്തു, ലോണിലുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു. ഈ സമയത്തെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതും കൂടെയാണ് സത്യം പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ വഴി നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത്. ഡിവിഡൻഡ് പെയ്ഡ്, ഓക്കെ, ഇൻട്രസ്റ്റ് പെയ്ഡ്, ഇതൊക്കെ എവിടെയാണ് വരിക, ഫൈനാൻസിങ് ആക്ടിവിറ്റിയിലാണ് വരിക. കാരണം നമ്മൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനും നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ അത് ഏത് ആക്ടിവിറ്റീസ് വരും, ഫൈനാൻസിങ് ആക്ടിവിറ്റി പറയും. അതേസമയം ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വേറെ എവിടെയോ പോയി ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ റിസീവ്ഡ് എന്നാണെങ്കിൽ അത് എവിടെയാണ് വരിക, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയിൽ. സോ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ എന്റർപ്രൈസ് ഇസ് ഷോൺ അണ്ടർ, പെയ്ഡ് ആണ്, പെയ്ഡ് ആയതുകൊണ്ട് ഉറപ്പായിട്ട് അത് എവിടെ വരുള്ളൂ, ഫൈനാൻസിങ് ആക്ടിവിറ്റിയിൽ വരുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 6th യൂണിറ്റിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ്. അതോടൊപ്പം ഈ ടോപ്പിക്സിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് എങ്ങനെ പഠിക്കണം, അതിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് വരാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ 1st യൂണിറ്റ് തൊട്ട് 6th യൂണിറ്റ് വരെ എല്ലാ യൂണിറ്റ്സിലെയും പ്രധാനപ്പെട്ട ഏരിയാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ഈ ഫുൾ വീഡിയോസുകൾ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. So I hope this video will help you for your preparation. Thank you and happy learning.